കോഴിക്കോട് ജില്ലയിലെ മാവൂർ എന്ന കൊച്ചു ഗ്രാമം പണ്ടത്തെ ഗോളിയോറൻസ് മുതൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരുപാട് നൊസ്റ്റാൾജിയ തന്നിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ് കേട്ടോ മാവൂർ. അന്നത്തെ ആ ഒരു കാലത്തെ അനുഭവങ്ങളും ആ ഒരു സാഹചര്യം, ചാലിയാറിനോട് അടുത്തുള്ള ഗോളിയോറൻസിൻ്റെ അവിടുത്തെ ജോലിയും ജോലിക്കാരും അന്നത്തെ സ്കൂളും ക്വാർട്ടേഴ്സും എല്ലാം ഒരു ഓർമ്മകളാണ്. അതേപോലെ തന്നെ മാവൂർ സ്റ്റാൻഡിൽ പുതിയൊരു സ്റ്റാൻഡ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തുള്ള പഴയ ബിൽഡിങ്, ഏകദേശം 50ഓളം വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പൊളിക്കൽ കർമ്മമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് ഈ ഒരു പൊളിക്കൽ കർമ്മം കാണാൻ വേണ്ടിയിട്ട്. പോലീസുകാരൊക്കെ അകമ്പടിയോടുകൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് വർഷം മുമ്പേ തന്നെ ഇത് പൊളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. അവസാനം പഞ്ചായത്തിൻ്റെ ഇടപെടലുകളും അതിൻ്റെ ഒരു ശക്തമായ നീക്കങ്ങളും കാരണം ആണ് ഇപ്പം ഈ ഒരു പൊളിക്കൽ നടക്കുന്നത്. ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. 2022 മുതൽ തന്നെ പൊളിക്കാൻ ഓർഡർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനുശേഷം ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ടായിരുന്നു. ഒരുപാട് സമയം എടുത്തു. കോടതിയും കളക്ടർ ഓഫീസും സർക്കാരും ഒക്കെ ഇടപെട്ടിട്ട് അവസാനം പൊളിച്ച് നീക്കാനുള്ള ഓർഡർ പ്രകാരം ആണ് ഇത് പൊളിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു ഭാഗത്ത് നല്ലൊരു വികസനം, നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റട്ടെ. നല്ല രീതിയിൽ ഈ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്തിയിട്ട് മാവൂരിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്ന രീതിയിലായിരിക്കണം വികസനം വേണ്ടത്. എന്തായാലും പഞ്ചായത്ത് ഭരണ സമിതിക്ക് എല്ലാവിധ ആശംസകളും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി പറയേണ്ടതാണ്. കാരണം കുറേ ആളുകളുടെ ചോറാണ് ഈ കച്ചവടം കാര്യങ്ങളൊക്കെ. അതൊക്കെ അവർ സാക്രിഫൈസ് ചെയ്ത് മാവൂരിന്, നമ്മളുടെ ഗ്രാമത്തിന് വേണ്ടിയിട്ടാണ്, ഗ്രാമത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഒരു വികസനം വരുമ്പോൾ കുറച്ച് പേർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് സത്യമാണ്. എല്ലാവിധ ആശംസകളും. നല്ലൊരു കാഴ്ച, നല്ലൊരു വികസനമായി മാറട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ ഫോട്ടോസ് വീഡിയോസൊക്കെ കാണുമ്പം ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചത്.